തസ്ലീമ സുൽത്താന അവർ അറസ്റ്റായതിന് പിന്നാലെ ലഹരി മരുന്നുമായി ബന്ധപ്പെട്ട് ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് പുറത്തു വരുന്നത്. പല ചലച്ചിത്ര താരങ്ങൾ ഉൾപ്പെടെ ഇവരുടെ വലയിലുണ്ടെന്നാണ് അന്വേഷണ സംഘം പുറത്തുവിടുന്നത്. ഇവരുടെ വല എത്രത്തോളം കേരളത്തിൽ ആഴ്ന്നു പതിച്ചിട്ടുണ്ട്? ഇപ്പോൾ ഈ തസ്ലീമ സുൽത്താന അത് അവരുടെ ശരിയായ പേരല്ല. അവരുടെ ശരിയായ പേര് ക്രിസ്റ്റീന എന്നും പറയുന്നുണ്ട്, രാജി എന്നും പറയുന്നുണ്ട്. ഇവർ ഇരിട്ടി സ്വദേശിനിയാണെന്ന് പറയുന്നു. ഇരിട്ടി സ്വദേശിനി രാജിയാണ് എന്ന് അവരുടെ സഹോദരൻ അവകാശപ്പെടുന്നു. പക്ഷേ അന്വേഷണ സംഘം ക്രിസ്റ്റീന എന്ന 41-കാരിയാണ് തസ്ലീമ സുൽത്താനയായി മാറിയത് എന്ന് പറയുന്നു. അന്ന് മാത്രമല്ല, ഈ തസ്ലീമ സുൽത്താനയ്ക്ക് ചലച്ചിത്ര ലോകവുമായിട്ട്, മലയാള ചലച്ചിത്ര ലോകവുമായിട്ട് വലിയ ബന്ധമുണ്ട്. നിരവധി നടന്മാർ ഇവരിൽ നിന്ന് ലഹരി വാങ്ങിയിരുന്നതായിട്ടാണ് പുറത്ത് വരുന്ന വിവരം. എന്തായാലും ഇപ്പോൾ അതിന് ഒരു പടി കൂടി അന്വേഷണ സംഘം മുന്നോട്ട് പോയിരിക്കുകയാണ്. ഇവരുടെ ഭർത്താവ് കഴിഞ്ഞ ദിവസം ചെന്നൈയിൽ നിന്നും പിടിയിലായി. അയാളുടെ പേര് സുൽത്താൻ എന്നാണ് അയാളുടെ പേര്. അയാൾ മുഴുവൻ പേര് സുൽത്താൻ അക്ബർ അലി. അതായത് ചെന്നൈ എണ്ണൂർ സത്യവാണി മുത്തുനഗർ സ്വദേശി ആണ് ഇയാൾ. ഇയാൾക്ക് ലഹരി മരുന്നിന്റെ സുൽത്താനാണല്ലേ? അയാൾ ലഹരി മരുന്നിന്റെ സുൽത്താനാണ് എന്ന് പറയേണ്ടി വരും. അയാൾക്ക് 63 വയസ്സുണ്ട്. ഇയാൾ ഈ മൊബൈൽ ഫോൺ, സെക്കൻഡ് ഹാൻഡ് മൊബൈൽ ഫോണുകൾ കടകളിൽ കച്ചവടം ചെയ്യുന്ന അതിൻ്റെ ഒരു ഹോൾസെയിൽ ബിസിനസ്സാണ് ഇയാൾക്കുള്ളത്. അതുമായി ബന്ധപ്പെട്ട് ലഭിക്കുന്ന വിവരം, അതായത് ആലപ്പുഴ എക്സൈസ് അസിസ്റ്റന്റ് കമ്മീഷണർ അശോക് കുമാറിൻ്റെ നേതൃത്വത്തിലാണ് ഇയാളെ പിടികൂടിയത്. ഈ ചെന്നൈയിൽ പോയിട്ട് ഇയാൾ ഒളിവിൽ കഴിഞ്ഞിരുന്ന പ്രദേശത്ത് അവരും താമസിച്ച് 3 ദിവസം ഇയാളെ നിരീക്ഷിച്ച് വളരെ കൃത്യമായിട്ട് പിടികൂടുകയായിരുന്നു. അപ്പോൾ ഇയാൾക്ക് ഈ സെക്കൻഡ് ഹാൻഡ് മൊബൈലുകളുടെ ഹോൾസെയിൽ ബിസിനസ്സാണ് ഇയാൾക്കുള്ളത്. അങ്ങനെ ഈ സെക്കൻഡ് ഹാൻഡ് മൊബൈൽ ഫോണുകൾ മറ്റു ഉപകരണങ്ങളും വാങ്ങാൻ വേണ്ടിയിട്ട് ഇയാൾ തായ്ലാൻഡ്, മലേഷ്യ, സിംഗപ്പൂർ, ഹോങ്കോങ് തുടങ്ങിയ രാജ്യങ്ങളൊക്കെ സന്ദർശിച്ചതായിട്ട് പറയുന്നുണ്ട്. ഇയാളുടെ പാസ്പോർട്ട് പിടിച്ചെടുത്തിട്ടുണ്ട് അന്വേഷണ സംഘം. ആ പാസ്പോർട്ടിൽ നിന്ന് ഇയാൾ ഈ രാജ്യങ്ങളൊക്കെ സന്ദർശിച്ചതായിട്ട് വെളിപ്പെട്ടിട്ടുണ്ട്. ഇയാൾ അവിടങ്ങളിൽ നിന്നാണ് ഈ വില കൂടിയ ഒരു പ്രത്യേകതരം മയക്കുമരുന്ന്, ലഹരി മരുന്ന് ഇയാൾ വാങ്ങിക്കൊണ്ടുവന്നിരിക്കുന്നത്. അവിടെ ഈ ആരാണ് ഇയാൾ കൊടുത്തത്? ഹൈബ്രിഡ്. അതെ, ഈ ഹൈബ്രിഡ് ഇനത്തിൽ പെടുന്ന ആ മയക്കുമരുന്ന് അത് വലിയ വില കൂടിയ ഇതാണ്. നമ്മുടെ നാട്ടിൽ സാധാരണ കിട്ടുന്ന ഈ പുകയ്ക്കുന്ന സാധനമൊന്നുമല്ല. അതിനേക്കാളും ഒക്കെ വലിയ ലഹരി നൽകുന്ന വലിയ വില കൂടിയ ഒരു മയക്കുമരുന്നാണത്. ആ സാധനം ഇയാൾക്ക് ആരാണ് നൽകിയത്, അതിൻ്റെ ഈ സപ്ലൈ ചെയിൻ അത് കണ്ടുപിടിക്കാനുള്ള അന്വേഷണത്തിലാണ് ഇപ്പോൾ എക്സൈസ് സംഘം മുന്നോട്ട് പോകുന്നത്. എന്തായാലും ഈ വിദേശ രാജ്യവുമായിട്ട് ഇതിന് ബന്ധമുണ്ട് എന്നുള്ളത് വ്യക്തമാണ്. എന്നും മാത്രമല്ല, ഇതിനകത്ത് വേറൊരു വലിയ അപകടം കൂടി നമ്മൾ കാണണം. കാരണം നമ്മുടെ പാലാ ബിഷപ്പ് കല്ലറങ്ങാട്ട് പിതാവ് പറഞ്ഞ ആ ഒരു പ്രയോഗമുണ്ടല്ലോ, നാർക്കോട്ടിക് ജിഹാദ്, അതിവിടെ നടക്കുന്നില്ലേ എന്നുള്ളതാണ് എൻ്റെ ചോദ്യം. കാരണം ഈ സുൽത്താൻ അക്ബർ അലി വിവാഹം കഴിക്കുന്നതിന് മുമ്പ് തസ്ലീമ സുൽത്താന അവർ ക്രിസ്റ്റീനയോ രാജിയോ ആയിരുന്നു. അവിടെ നിന്ന് ഇയാൾ വിവാഹം ചെയ്തതിന് ശേഷമാണ് അവർ തസ്ലീമ സുൽത്താന ആയത്. ഒരു തസ്ലീമ മാത്രമല്ല, നിരന്തരം നാം മുൻപ് അതെ അല്ലേ ഒന്നിലധികം കേസുകൾ പരിശോധിച്ചാൽ, ഈ വർഷം തന്നെ പരിശോധിച്ചാൽ അത്തരം കാര്യങ്ങൾ മനസ്സിലാകും. ഒരു മുസ്ലിം യുവാവും അമുസ്ലിമായ സ്ത്രീകളും ഉൾപ്പെടുന്ന അത് വലിയൊരു റാക്കറ്റാണ്. ഈ അമുസ്ലിം പെൺകുട്ടികൾ കാര്യങ്ങൾ നടക്കുന്നു. പക്ഷെ തുറന്നു പറഞ്ഞാൽ കേരളത്തിനെതിരാണ്, മതേതരത്വം ഇടിഞ്ഞു വീഴും, നമ്മൾ വർഗീയവാദിയാവും ഒക്കെ ആകും. പക്ഷെ ഇവിടെ സംഭവിക്കുന്ന എന്താണെന്ന് വെച്ചാൽ, മയക്കുമരുന്നുമായിട്ട് പിടിയിലാകുന്നത് ഒരു മുസ്ലിം യുവാവ്, ഒപ്പം ഉണ്ടാകുന്നത് ഒരു അമുസ്ലിം യുവതി. എങ്ങനെ ഈ കോമ്പിനേഷൻ എങ്ങനെയാണ്? ഇത് എന്തുകൊണ്ട് എല്ലാ കേസിലും ഇങ്ങനെ വരുന്നു? ഏതാണ്ട് ഒരു 100 കേസെടുത്താൽ 90 കേസുകളിലും ഇങ്ങനെയാണ് സംഭവിക്കുന്നത്. അപൂർവം കേസുകളിൽ മാത്രമാണ് അല്ലാതെ വരുന്നത്. എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിക്കുന്നു? എന്തുകൊണ്ട് ഈ മുസ്ലിം യുവാവിനൊപ്പം ഒരു അമുസ്ലിം യുവതി, അതൊരു പക്ഷേ ഹിന്ദു യുവതിയായിരിക്കാം, അല്ലെങ്കിൽ ഒരു ക്രിസ്ത്യൻ പെൺകുട്ടിയാകാം, എന്തുകൊണ്ട് ഇത് വരുന്നു? ഈ ചോദ്യം ചോദിച്ചതിനാണ് പാലാ ബിഷപ്പിനെ ക്രൂശിക്കാൻ ഇവിടുത്തെ മതേതര കേരളം, രാഷ്ട്രീയ നേതൃത്വവും ഒക്കെ ചാടി വീണത്. കോൺഗ്രസ്സുകാരും കമ്മ്യൂണിസ്റ്റുകാരും ഒക്കെ അക്കാര്യത്തിൽ ഒരു ദയാദാക്ഷിണ്യവും കാണിക്കാതെ, സത്യം എന്താണെന്ന് അന്വേഷിക്കാതെ ഈ ആദരണീയനായ പാലാ ബിഷപ്പിനെ കടന്നാക്രമിക്കുകയായിരുന്നു അദ്ദേഹത്തെ. അത് നമുക്ക് തിരിച്ച് ചിന്തിച്ചുകൂടെ? മുസ്ലിം സ്ത്രീകൾ മതവിശ്വാസ പ്രകാരം വീട്ടിൽ ഒതുങ്ങിക്കൂടുമ്പോൾ? അതെ, മുസ്ലിം സ്ത്രീകൾ മതവിശ്വാസ പ്രകാരം വീട്ടിൽ ഒതുങ്ങിക്കൂടിയതിൻ്റെ ഒരു കഥ നമ്മൾ കഴിഞ്ഞ ദിവസം മലപ്പുറത്തുനിന്ന് കണ്ടു. 5ാമത്തെ പ്രസവത്തിൽ അതിദാരുണമായിട്ട്, ശരിക്കും പറഞ്ഞാൽ അത് നരഹത്യയാണ് നടന്നത്, കൊലപാതകമാണ് ആ സംഭവിച്ചിരിക്കുന്നത്. ആശുപത്രി കൊണ്ടുപോകാതെ രക്തം വാർന്ന് ആ സ്ത്രീയെ മരണത്തിന് വിട്ടുകൊടുത്ത ഭർത്താവ്, അത് മതപണ്ഡിതനായ ഭർത്താവ് സിറാജുദ്ദീൻ,
ഇരിക്കട്ടെ, ആ കേസ് ഇപ്പം അയാൾ അറസ്റ്റിലായിട്ടുണ്ട്. എന്തായാലും നമ്മുടെ അറസ്റ്റിലാകുമ്പോഴും സർക്കാരും കേരളത്തിലെ പ്രമുഖ മാധ്യമങ്ങൾ ഉൾപ്പെടെ വീണ ജോർജ് ഉൾപ്പെടെ ഈ പ്രതികരണം നടത്തിയിട്ടുണ്ടല്ലോ. പലർക്കും തന്നെ മനസ്സിലായിട്ടുണ്ട് മലപ്പുറം കോഴിക്കോട് മേഖലയിൽ ഇത് വലിയ തോതിൽ നടക്കുന്നു, ഈ സംഭവം പുറത്തു വന്നു എന്ന് മാത്രമല്ല, വീട്ടിൽ പ്രസവിക്കുന്ന സ്ത്രീകൾക്ക് വലിയ പുരസ്കാരങ്ങൾ കൊടുക്കുന്നു, അവാർഡുകൾ കൊടുക്കുന്നു, ക്യാഷ് അവാർഡുകൾ കൊടുക്കുന്നു. ഇതൊന്നും ഈ കേരളത്തിൽ ആരും കാണുന്നില്ല. ഇവിടുത്തെ പോലീസ് എവിടെ പോയി? സ്പെഷ്യൽ ബ്രാഞ്ചൊക്കെ എവിടെ പോയി? ഇതൊന്നും റിപ്പോർട്ട് ചെയ്യപ്പെടുന്നില്ലേ? സാധാരണ ഇവിടെ തുമ്മിയാൽ ഉടനെ സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ട് ചെയ്യാൻ വരുമല്ലോ, പോലീസുകാർ അതൊക്കെ എടുത്ത് വിവരങ്ങൾ ഉടനെ തന്നെ മേളിലേക്ക് അയച്ചു കൊടുക്കുമല്ലോ. ഇതിനെക്കുറിച്ചൊന്നും ആർക്കും ഒന്നും പറയാനില്ലേ? അത് ഈ പോലീസ് സമ്പൂർണ്ണമായിട്ടും പച്ച വെളിച്ചത്തിന് കീഴടങ്ങിയോ? അത്തരം ചോദ്യങ്ങൾ ഉയരുന്നുണ്ട്. അതവിടെ നിൽക്കട്ടെ, ഞാൻ ഈ കേസിലേക്ക് തിരിച്ചു വരാം. ഇതിനകത്ത് കുറെ കൂടെ പ്രസക്തമായ ചില വിവരങ്ങൾ നമുക്ക് ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. എന്തായാലും ഈ ചെന്നൈയിലെ ഒരു വാടക വീട്ടിൽ നിന്നാണ് ഇയാൾ അറസ്റ്റിലായിട്ടുണ്ട്. ഇയാൾ പകൽ മുഴുവനും അവിടെ ഒളിവിൽ കഴിയും. അത് വലിയ ജനനിബിഡമായ ഒരു കോളനിയാണ്. ആ കോളനിയിൽ പകൽ മുഴുവൻ ഇയാൾ ഒളിവിൽ കഴിയും, രാത്രി മാത്രം പുറത്തിറങ്ങും. അങ്ങനെ രാത്രി പുറത്തിറങ്ങുന്ന ഈ സുൽത്താൻ അക്ബർ അലിയെ കൃത്യമായിട്ട് നിരീക്ഷിച്ചാണ് എക്സൈസ് സംഘം പിടികൂടിയിരിക്കുന്നത്. അത് ഈ അശോക് കുമാറിൻ്റെ നേതൃത്വത്തിൽ ഒരു വലിയ ഫോഴ്സ് തന്നെ അതിനുവേണ്ടി പോയിരുന്നു. അവർ കൃത്യമായിട്ട് ഇയാളെ പിടികൂടി ഇപ്പോൾ അവിടുത്തെ ചെന്നൈ മെട്രോപൊളിറ്റൻ മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കി ട്രാൻസിറ്റ് വാറണ്ടോടുകൂടി ആലപ്പുഴ കൊണ്ടുവരികയാണ്. ഇയാളെ കൂടുതൽ വിശദമായിട്ട് ചോദ്യം ചെയ്താൽ മാത്രമേ ഈ സപ്ലൈ ചെയിൻ കണ്ടുപിടിക്കാൻ സാധിക്കുകയുള്ളൂ. ഒപ്പം തന്നെ ഈ പറഞ്ഞതുപോലെ ഇവിടെ ആരൊക്കെയാണ്, അതാണ് ഏറ്റവും പ്രസക്തം, ഏതൊക്കെ നടന്മാരാണ് ഇവരുടെ കയ്യിൽ നിന്ന് ഇത് വാങ്ങുന്നത്. അതുപോലെ തന്നെ ഈ ചലച്ചിത്ര മേഖലയിൽ ബാക്കിയുള്ള ആരെങ്കിലും ഉണ്ടോ? അതെ, അതോടൊപ്പം തന്നെ ചലച്ചിത്ര മേഖലയിൽ മാത്രമാണോ ഒതുങ്ങിക്കൂടുന്നത്? അതെ, ചലച്ചിത്ര മേഖലയിൽ മാത്രമാണോ ഇത് സപ്ലൈ ചെയ്യുന്നത്? അതുപോലെ മറ്റേതെങ്കിലും ഈ സിനിമ ടൂറിസം മേഖലയിൽ വിൽപ്പന നടത്താനാണ് ഇത് കൊണ്ടുവന്നതെന്നാണ് ഇവർ പറയുന്നത്. ഈ സ്ത്രീയെ പിടിക്കുന്നത് നമുക്കറിയാം, മാരാരികുളത്തെ റിസോർട്ടിൽ നിന്നാണ് ഇവരെ പിടികൂടുന്നത്. അവിടെ ഇവർ എത്തുമെന്നുള്ള രഹസ്യ വിവരത്തെ തുടർന്ന് എക്സൈസ് വേഷം മാറി അവിടെ ഒളിച്ചിരിക്കുകയായിരുന്നു. ഈ കാറിൽ വന്ന് ഇറങ്ങിയ ഉടനെ തന്നെ സാധനവുമായിട്ട് അവരെ പിടികൂടി. അവരുടെ കൂടെ മണ്ണഞ്ചേരി സ്വദേശിയായ ഒരാൾ കൂടി ഉണ്ടായിരുന്നു, ഫിറോസ് എന്നാണ് അയാളുടെ പേര്. അയാളും പിടിയിലായിട്ടുണ്ട്. എന്തായാലും ഈ ക്രിസ്റ്റീന അല്ലെങ്കിൽ ഈ രാജി എങ്ങനെ തസ്ലീമ സുൽത്താനയായി എന്നുള്ള കഥയാണ് പുറത്തു വരേണ്ടത്. അത് പറയാൻ ഈ പറയുന്നത് പോലെ സുൽത്താൻ അക്ബർ അലിക്ക് ബാധ്യതയുണ്ട്. അയാൾ അതിന് പോലീസിൻ്റെയും എക്സൈസിൻ്റെയും ചോദ്യത്തിന് ഉത്തരം കൊടുക്കേണ്ടി വരും. ഒപ്പം തന്നെ നമ്മളേവരും കാത്തിരിക്കുന്ന ഒരു കാര്യം, സിനിമാ മേഖലയിൽ ആരൊക്കെയാണ് ഇവരുടെ കസ്റ്റമർ. ഇപ്പോൾ പുറത്തു വന്ന ചില നടന്മാരുടെ പേരുകളുണ്ട്, യുവ നടന്മാർ. അവരൊക്കെ പറയുന്നത് ഇത് ഞങ്ങളെ ഇങ്ങനെ വിളിച്ച് ചോദിച്ചു, അത് ഞങ്ങൾ ഒരു തമാശയ്ക്ക് ചോദിച്ചതായിട്ടാണ് കരുതിയത്. തമാശ, അതും ഈ ലഹരി മരുന്നിൻ്റെ പേരിലാണല്ലോ തമാശ പറയേണ്ടത്, വാട്സാപ്പിൽ മെസ്സേജ് അയക്കേണ്ടത്. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ ഈ പറഞ്ഞ ഈ യുവ നടന്മാരൊക്കെ നേരത്തെയും ആരോപണ വിധേയരാണ്. കുറച്ച് ദിവസം മുമ്പ് കൊച്ചിയിലെ ഒരു വലിയ നക്ഷത്ര ഹോട്ടലിൽ, ഒരു സ്റ്റാർ ഹോട്ടലിൽ ഈ പറയുന്നത് പോലെ വലിയ തോതിൽ മയക്കുമരുന്നുമായിട്ട് ഒരാൾ പിടിയിലായി. കുപ്രസിദ്ധനായൊരു ഗുണ്ടയാണ് പിടിയിലായത്. അയാളെ കാണാൻ ഇവരൊക്കെ വന്നിരുന്നു, ഒരു പ്രമുഖ നടി വന്നിരുന്നു, നടിക്ക് ഇത് അറിയില്ലായിരുന്നു എന്നൊക്കെയാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരങ്ങൾ. എന്തായാലും ഈ സിനിമാ സെറ്റുകളിൽ പിടിക്കപ്പെട്ടാൽ പിന്നെ അവരുടെ സ്ഥിരം ഡയലോഗാണ്, ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു, ഞാൻ ഇവിടെ നിരപരാധിയാണ്, ഞാൻ വെറുതെ ഇതുവഴി പോയപ്പോൾ ചായ കുടിക്കാൻ കയറിയതാണ് എന്നൊക്കെ. എന്തായാലും ഈ സിനിമാ സെറ്റിൽ ആരൊക്കെയാണ് ഇവരുടെ കസ്റ്റമർ, എത്രത്തോളം വലിയ വലയാണ് ഇവർ വിരിച്ചിരിക്കുന്നത്, ആരൊക്കെ ലഹരിക്ക് അടിമയാണ് ഇവർ, ഈ ലഹരിക്ക് അടിമയായവർ തന്നെയാണോ ഇത് കൂടുതലായിട്ട് വിറ്റുകൊടുക്കുന്നത്? ഇത്തരം കേസുകൾ ഉണ്ടാകുമ്പോൾ ആ കേസുകൾ കോടതിയിലെത്തുമ്പോൾ നിലനിൽക്കുന്നത് നാം കണ്ടിട്ടില്ല. അങ്ങനെ തന്നെ ഈ കേസിന് സംഭവിക്കുന്നു. നമുക്കൊന്നും പറയാൻ സാധിക്കില്ല. കാരണം ഈ മയക്കുമരുന്ന് ലോബിയുടെ ശക്തി അത്ര വലുതാണ്. ഇപ്പം നമ്മുടെ ഗവൺമെൻറ് പോലും, ഇവിടുത്തെ ഈ രാഷ്ട്രീയ പാർട്ടികൾ പോലും ഇവർക്ക് വഴിപ്പെടുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. ഇല്ലെങ്കിൽ എങ്ങനെയാണ് കോടതിയിൽ വരുമ്പോൾ ഈ കേസുകളൊക്കെ ആവിയായി പോകുന്നത്? ഈ പിടിക്കുന്ന പൊടി, മയക്കുമരുന്ന് പൊടി കോടതിയിലെത്തുമ്പോൾ അത് മൈദാമാവാകും, അല്ലെങ്കിൽ പാൽപ്പൊടിയാകും, ഇത് അല്ലെങ്കിൽ അരിപ്പൊടിയാകും. ഇതൊക്കെ എങ്ങനെ സംഭവിക്കുന്നു? ഇതിൻ്റെ പുറകിൽ ആരാണ്? ഈ പോലീസ് ഇത്രയ്ക്ക് ബലഹീനമാണോ നമ്മുടെ പോലീസ്? എന്തുകൊണ്ട് ഇവരെ ഈ ചെറുകിട കച്ചവടക്കാരെ 5 ഗ്രാമും 10 ഗ്രാമും ഒക്കെ വിൽക്കുന്ന ചെറുകിട കച്ചവടക്കാരെ പിടികൂടുകയും അവരെ ശിക്ഷിക്കുകയും ചെയ്യുന്നുണ്ട്? അവരല്ല, അവരെക്കാൾ വലിയ വമ്പന്മാർ, കോടികളുടെ ബിസിനസ് നടത്തുന്ന വലിയ തിമിംഗലങ്ങൾ ഇതിൻ്റെ പുറകിലുണ്ട്. അവരെ കണ്ടെത്തേണ്ടതാണ് ഇനി പോലീസിൻ്റെയും എക്സൈസിൻ്റെയൊക്കെ ചുമതല. എന്തായാലും സുൽത്താൻ അക്ബർ അലിക്കും തസ്ലീമ സുൽത്താനയ്ക്കും പുറകിൽ ആരൊക്കെയാണെന്നുള്ളതാണ് കണ്ടെത്തേണ്ടത്.
അവർക്ക് മുന്നിലും പുറകിലും ആരൊക്കെയുണ്ട്, മുന്നിൽ അവരടുത്ത് വരുന്ന ഈ ചലച്ചിത്ര ലോകത്തെ വിസ്മയങ്ങൾ, താരങ്ങൾ ആരൊക്കെയാണ് ഇവരുടെ കസ്റ്റമേഴ്സ് എന്നുള്ളത് ഇനി പുറത്തു വരേണ്ടതുണ്ട്. വരും ദിവസങ്ങളിൽ അത് പുറത്തു വരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം.